ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒറ്റ നില വീടിൻ്റെ വിശേഷമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് മലയം എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ മലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു ഒറ്റ നില വീടിൻ്റെ വിശേഷമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റാണ് നമുക്ക് വരുന്നത്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ആ റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ട്രിവാൻഡ്രം സിറ്റി എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 9.5 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമുക്ക് ഇവിടെ എത്താൻ പറ്റും. നമുക്ക് പാപ്പനംകോട് ഹൈവേ നിന്ന് നമുക്കൊരു 5 കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് ഈ ഒരു വീടിൻ്റെ ഏരിയയിൽ എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു വീട് വരുന്നത് 3,800 സെൻറ്റിൽ 900 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഒറ്റ നില വീടിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് 2 ഫോൾഡിങ് ഗേറ്റാണ് നമുക്കിവിടെ കയറി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചുറ്റുപാട് റെസിഡൻസ് ഏരിയ ആയതുകൊണ്ട് വേറെയും ധാരാളം വീടുകൾ നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റി തന്നെ കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ കയറി വരുന്ന റോഡ് ഫുള്ള് തന്നെ നമുക്ക് കോൺക്രീറ്റ് റോഡാണ് വരുന്നത്. ഫുള്ള് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തറ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അകത്തോട്ട് പ്രവേശിച്ചിട്ട് കാണാം. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് പോർഷൻ ഉണ്ട്. സ്ലൈഡ് ഇവിടെ തറയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ ടെറസിലോട്ട് പോകാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വാട്ടർ സോഴ്സ് വരുന്നത് പൈപ്പ് കണക്ഷൻ മാത്രമാണ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. സിറ്റൗട്ട് വരുന്നത് 8 കാർ ഡയമെൻഷനിലാണ് നമുക്ക് ഇവിടുത്തെ ഫ്രണ്ട് സിറ്റൗട്ട് വരുന്നത്. 2 സ്റ്റെപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഈ ഒരു ഫ്രണ്ട് എൻട്രൻസ് ഡോർ ഫുള്ളും തന്നെ പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇവിടുത്തെ ഡോർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ നമുക്ക് ഒരുമിച്ചാണ് വരുന്നത്. 10x22 ഡയമെൻഷനാണ് നമുക്കിവിടെ അറേഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ ഈ ഭാഗത്ത് നമുക്കൊരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. ബോർഡ് വർക്ക് തന്നെ ചെയ്തിട്ടുള്ളതാണ്. താഴെ സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. ഇവിടെ സൈഡിലായിട്ട് ഒരു വാഷിംഗ് ഏരിയ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ സിങ്ക് എല്ലാം വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത്. നമുക്കിവിടെ കിച്ചനും വർക്ക് ഏരിയയും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. 14x10 ഡയമെൻഷനിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. തറയിലപ്പോൾ ഒരു വുഡൻ തീമിലുള്ള ഒരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് ടൈലാണ് വരുന്നത്. പിന്നെ ഇവിടെ സൈഡിലത്തെ പോർഷൻ കണ്ടോ, ഇവിടെ മുകളിലെല്ലാം തന്നെ നമുക്കിവിടെ ബോർഡ് വർക്കിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ബോർഡ് വർക്കിൽ മുകളിലും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ മാർബിളിൻ്റെ പാറ്റേണിലുള്ള ഒരു രീതിയാണ് ഇവിടെ ഫുള്ള് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, പിന്നെ അതവിടെ ആയിട്ട് ഒരു സിങ്ക് വരുന്നുണ്ട്. ഇതാണ് ഇവിടെ സിങ്ക് വരുന്നത്. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വീടിന് 3 ബെഡ്റൂം വരുന്നുണ്ട്. ഒരു ബെഡ്റൂം കയറി വരുന്നത് ഈ ഭാഗത്ത്, തൊട്ടതിൻ്റെ ഓപ്പോസിറ്റ് അവിടെയൊന്നും, പിന്നെ തൊട്ടിപ്പുറത്തത് എവിടെയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തെ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x10 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. PVC ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ സിങ്ക് എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. ടൈലെല്ലാം ഈ ഒരു പാറ്റേണാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x10 ഡയമെൻഷനിൽ തന്നെ വരുന്നത്. ഒരു വിൻഡോ ഈ ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഭാഗത്ത് വരുമ്പോൾ തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലത്തെ വാൾ ടൈൽ ഉണ്ട്. അങ്ങ് ടോപ്പ് വരുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിറർ സിങ്ക് എല്ലാ സംഭവം വരുന്നുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റ് ഒരു ബെഡ്റൂം നോക്കാം. ഈ ഭാഗത്ത് ഒരു ലാസ്റ്റ് ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 10x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇപ്പോൾ PVC ഡോർ തന്നെയാണ് നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. തറയിൽ ക്ലിപ്പിംഗ് ടൈൽ വരുന്നുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മിറർ സിങ്ക് എല്ലാ സംഭവവും കോമൺ ആയിട്ട് ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 40 ലക്ഷം മാത്രമാണ് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഹോം ലോണിനാണ് വീട് വാങ്ങിക്കാനായിട്ട് നോക്കുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഹോം ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ
അവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 50 ലക്ഷത്തിനകത്തുള്ളതാണ്, അല്ലെങ്കിൽ അതിന് പുറത്തോട്ടുള്ളതോ, അല്ലെങ്കിൽ 1 കോടിക്ക് പുറത്തോട്ടുള്ള വീടായാലും ട്രിവാൻഡ്രത്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലത്തുള്ള വീടിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കടന്നു വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് വീട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അപ്പോൾ കടന്നു വരാം. എല്ലാവർക്കും ബൈ.